ഇത് ഏതാണ്ടൊരു 75 വർഷത്തിന് മുകളിലായിട്ട് ഈ പഴക്കമുള്ള ഒരു തടിയാണ്. അപ്പോൾ ഇത് കാണാൻ വന്നിട്ട് ഏതാണ്ട് എനിക്കൊന്ന് 1 വർഷത്തോളമായി നിങ്ങളിവിടെ വരികയും അതുപോലെ തന്നെ ഇതിനെപ്പറ്റി കൂടുതലായിട്ട് നിങ്ങളുടെ പല കമ്മിറ്റികളിലൂടെ വന്ന് ഇത് പരിശോധിക്കുകയും അതനുസരിച്ച് ഈ തടി യോഗ്യമാണെന്ന് മനസ്സിലാക്കുകയും ചെയ്തു. തീർച്ചയായിട്ടും ഈ ഇങ്ങനെയൊരു തടി എനിക്ക് നിങ്ങളുടെ ഈ സംരംഭത്തിന് നിങ്ങളുടെ ഒരു പ്രതീക്ഷയും സംരംഭവുമാണ് ഇത്. തീർച്ചയായിട്ടും എത്രയോ പരിശ്രമം നിങ്ങൾ നടത്തിയിട്ടാണ് ഇങ്ങനെയൊരു പ്രസ്ഥാനം ഉണ്ടാക്കിയത്. തീർച്ചയായിട്ടും അതിലേക്ക് എൻ്റെ ഈ തടിയെ സംഭാവന നൽകുവാൻ എനിക്ക് കഴിഞ്ഞതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. തീർച്ചയായിട്ടും എല്ലാവിധ പ്രാർത്ഥനകളും ഐശ്വര്യങ്ങളും ഞാൻ ഈ അവസരത്തിൽ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രസ്ഥാനത്തിന് നേരുകയാണ്. നല്ലൊരു സംരംഭമായിട്ട് അടുത്ത അല്ലെങ്കിൽ 2026 നെഹ്റു ട്രോഫി നേടുവാൻ നിങ്ങൾക്ക് ഇടയാകട്ടെ എന്ന് ഞാൻ ഈ അവസരത്തിൽ ആശംസിക്കുകയും ചെയ്യുന്നു. പാലാ ഈരാറ്റുപേട്ട ഭാഗത്തു നിന്നാണ് ഒട്ടുമിക്ക വള്ളങ്ങൾക്ക് വേണ്ടിയുള്ള തടികളൊക്കെ വരുന്നത്. ആ ആവേശം ഇപ്പം ചേട്ടന് ഉൾക്കൊള്ളാൻ കഴിയുന്നുണ്ടോ? തീർച്ചയായിട്ടും. കാരണം ഞാനും ഇവിടെ ഞങ്ങൾ ചേർപ്പുങ്കിലൊരു ഫ്രണ്ട്സ് ക്ലബ്ബുണ്ട്, പബ്ലിക് ലൈബ്രറി ആൻഡ് ഫ്രണ്ട്സ് ക്ലബ്ബുണ്ട്. അതിൻ്റെ പ്രസിഡന്റ് കൂടിയാണ് ഞാൻ. തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള ആക്ടിവിറ്റീസ് എനിക്ക് തീർച്ചയായിട്ടും വളരെ താല്പര്യമുള്ള ഒരാളാണ്. അതുകൊണ്ട് തന്നെ ഇങ്ങനെയൊരു ഇവിടെ വന്ന ഈ തടി സെലക്ട് ചെയ്യാൻ കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ വളരെ സന്തോഷവാനായിരുന്നു. കാരണം അതല്ലെങ്കിൽ ഞാൻ ഈ തടി കൊടുക്കില്ലായിരുന്നു. കാരണം എനിക്ക് ഈ തടി കൊടുക്കണമെന്നില്ലായിരുന്നു. പക്ഷേ നിങ്ങളുടെ ഈ നല്ലൊരു സംരംഭമായതുകൊണ്ട്, അതായത് ഒരു വള്ളത്തിന് വേണ്ടിയാണ്, ചുണ്ടൻ വള്ളത്തിന് വേണ്ടിയാണെന്ന് അറിഞ്ഞുകൊണ്ടാണ് ഞാനത് തടി കൊടുക്കാൻ തന്നെ തീരുമാനമായത്. അതുകൊണ്ട് തീർച്ചയായിട്ടും എന്തായാലും നിങ്ങളുടെ ഈ സംരംഭത്തിന് എല്ലാവിധ ഐശ്വര്യങ്ങളും ഉണ്ടാകുമെന്ന് ഒരു സംശയവുമില്ല. എല്ലാവിധ ഐശ്വര്യങ്ങളും ഞാൻ വീണ്ടും തരികയാണ്. ഓക്കെ. അപ്പോൾ വളരെയധികം സന്തോഷത്തിലും ആത്മാഭിമാനത്തിലും നിൽക്കുകയാണ്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇവിടെ നിന്ന് എടുത്തു അത് തുടക്കം കുറിച്ചത് ഇങ്ങനെ ഈ തുടക്കം ഇവിടെ തന്നെ ഇട്ടതില്ല. തീർച്ചയായിട്ടും നിങ്ങൾക്ക് സന്തോഷിക്കാം. കാരണം എല്ലാവിധ ഐശ്വര്യങ്ങളും നിങ്ങൾക്ക് ഉണ്ടാകും എന്നുള്ളതിനൊരു സംശയമൊന്നുമില്ല. കാരണം ഞാനൊരു ഈശ്വരവിശ്വാസിയാണ്. അതുകൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങളും ഈശ്വരൻ നടത്തി എന്നുള്ള ഒരു ശുഭാപ്തി വിശ്വാസം എനിക്കുണ്ട്. തീർച്ചയായിട്ടും അതെല്ലാ ഭാവങ്ങളും നിങ്ങൾക്കുണ്ടാകും. അപ്പോൾ വരും വർഷങ്ങളിൽ നമ്മുടെ ചുണ്ടൻ ഇറങ്ങിക്കഴിയുമ്പോൾ അത് അഭിമാനത്തോടെ അവൻ വിജയങ്ങൾ നേടിക്കഴിയുമ്പോഴത്തേക്ക് നമുക്ക് നമ്മുടെ നാട്ടിലാണേലും തലയുയർത്തിപ്പിടിച്ച് പറയാം, ഞാൻ കൊടുത്ത തടിയാണ് ആ വള്ളം. അല്ല, തീർച്ചയായിട്ടും. കാരണം ഞാൻ നിങ്ങളുടെ ഈ എല്ലാ സംരംഭങ്ങൾക്കും വരികയും ചെയ്യും. കാരണം ഇത് നമുക്കൊരു കാണുവാനുള്ളൊരു ഉൾപ്പുളകം നമ്മുടെ ഇപ്പോൾ തന്നെ മനസ്സിലുണ്ട്. കാരണം ഈ വള്ളംകളി, ഈ ചുണ്ടൻ പങ്കെടുക്കുന്നൊരു മത്സരങ്ങളൊക്കെ കാണുക, അല്ലെങ്കിൽ ഇതിൻ്റെ പ്രവർത്തനങ്ങളിൽ പങ്കെടുക്കുക, തീർച്ചയായിട്ടും വളരെയധികം താല്പര്യമുണ്ട്. തീർച്ചയായിട്ടും ഞാൻ വരും. ഓക്കെ ചേട്ടാ, അപ്പോൾ എല്ലാ വള്ളംകളി പ്രേമികളുടെയും കൂടി ഒരു ആശംസ ഞാൻ അറിയിക്കുകയാണ്. അതായത് ഒരു വലിയൊരു ചുണ്ടൻ വള്ളം അല്ലെങ്കിൽ ഒരു ഐശ്വര്യം, നാടിൻ്റെ അഭിമാനമായിട്ട് മാറാൻ പോകുന്ന ഒരു ചുണ്ടൻ വള്ളത്തിന് തടി നൽകി വള്ളംകളി മേഖലയ്ക്ക് ഒരു സംഭാവന നൽകിയുകൊണ്ട് ഓരോ വള്ളംകളി പ്രേമികളുടെയും പേരിൽ ചേട്ടനുള്ള ആശംസകൾ അറിയിക്കുകയാണ്. വളരെയധികം നന്ദി. നമസ്കാരം.